ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഈ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. എനിക്കൊരു തോന്നൽ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. എപ്പോഴും ഒരേ കോസ്റ്റ്യൂമിൽ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്നെ കാണുന്നത് ഒരേ ഫ്രെയിമിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരേ ലുക്ക്, ഒന്നെങ്കിൽ ചുരിദാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. ബട്ട് ഇന്നൊരു വെറൈറ്റിക്ക് ഒരു സാരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചോട്ടെ. എൻ്റെ ഒരു കറണ്ട് ഫേവറേറ്റ് സാരിയാണ്. നമ്മുടെ പണ്ടത്തെ ഒഴുക്കൻ സാരിയാണ്. പക്ഷെ ഇത് വീണ്ടും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തെങ്കിലും ഓണം കഴിയാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു റെഡിമെയ്ഡ് ബ്ലൗസ് എടുത്തു. എത്രത്തോളം ഭംഗിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ദൈവത്തെ ഓർത്ത് തന്നെ ട്രോളല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആയിരിക്കും. ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഇങ്ങനെ എടുക്കുന്നതാന്ന് എനിക്കൊരു ഫീല്. ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒന്നുമില്ലാണ്ട് കിടക്കുന്ന ഒരു ഫീലിംഗ് കേട്ടോ. അപ്പോൾ തന്നെ ആകുമ്പം എനിക്ക് കുറച്ചും കൂടെ സംസാരിക്കാം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓൾറെഡി സമയം 12:47 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയത്. പോകാനുള്ള പാക്കിങ്ങും ഒതുക്കലും എടുക്കലും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഈ വേഷഭൂഷാദികളൊക്കെ കഴുകിക്കളി. സംഭവം ഞാൻ കുളിച്ചിട്ട് വന്നതാണ്, പക്ഷെ ഇതിട്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് പോവുക വേണം. അപ്പം ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല. ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ എനിക്ക് വേഗം അത് ചെയ്യണം, വീട്ടിൽ പോകുന്നതിന് മുമ്പ് അതൊന്ന് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. എത്രത്തോളം ഇത് പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പം എനിവേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷാലി അജിത്ത്. എന്നും ഹാപ്പിയായി കാണാനും ഒത്തിരി ഇഷ്ടവും എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ചാക്കോച്ചനെയും കുറച്ച് ഇഷ്ടം കൂടുതലാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഷാലി. ചാക്കോച്ചനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതിലും ഞങ്ങളെല്ലാവരും ഇഷ്ടമാണെന്ന് അറിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അടുത്തത് പ്രിൻഡ സജി. എനിക്കൊന്നും ചോദിക്കാനില്ല, നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഡിവൈൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പ്രായം കൊണ്ട് എന്നെക്കാളും ഇളയ കുട്ടിയാണ് ഡിവൈൻ. പക്ഷേ ഫാമിലി ലൈഫിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഡിവൈൻ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്ന കുട്ടിയാണ്. ഒരു മോളായി വളർന്ന ഡിവൈന് എന്തൊക്കെ മാറ്റമാണ് ഒറ്റ മോളായി വളർന്ന ഡിവൈന് എന്തൊക്കെ മാറ്റമാണ് ഒരു കുടുംബമായപ്പോൾ ഉണ്ടായത്. അഡ്ജസ്റ്റ്മെൻറ്റ്, എനിക്ക് കുറേ കമൻസ് കണ്ടു കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു വാക്ക് നമുക്ക് ഇപ്പോൾ കല്യാണത്തിന് മുമ്പായാലും കല്യാണത്തിന് ശേഷമായാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെ ലൈഫ് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിലും പേരൻസിൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അത്ര വലിയ സ്ട്രിക്റ്റ് പേരൻസ് അല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നമ്മളടുത്ത് സ്ട്രിക്റ്റ് ആവാറുണ്ട്. പിന്നെ കല്യാണത്തിന് മുമ്പും ശേഷമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഫുള്ളി പാക്ഡാണ്. എനിക്ക് ഫുള്ളി പാക്ഡ് എന്ന് വെച്ചാൽ ഫുള്ളി പാക്ഡ്. ഇപ്പം നിനക്ക് എന്താ ഇതിന് മാത്രം ജോലി എന്ന് ചോദിച്ചാൽ അത് ഞാനായിട്ട് ജീവിച്ചാലേ എൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ പണ്ട് ഞാൻ കുറേയൊക്കെ ഫ്രീ ആയിരുന്നു. ഭയങ്കര കാറ്റത്ത് അഴിച്ചുവിട്ട പട്ടം പോലെ ഞാനിങ്ങനെ നടന്നൊരു വ്യക്തിയാണ്. ബട്ട് ഇപ്പം എനിക്ക് ചിന്തിച്ചിരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അങ്ങനെ അടുത്തത് ആൽഫി. ഹേ കോട്ടയംകാരി. ഇപ്പോൾ കോട്ടയത്ത് ചെല്ലുമ്പോൾ സംസാരത്തിൻ്റെ ഇടല് ദൈവമേ എൻ്റെ സ്ലാങ് മാറിയല്ലോ എന്ന് തോന്നാറുണ്ടോ? ഓർ അമ്മ പറയാറുണ്ടോ, നീ എന്താടി ഇങ്ങനെ പറയുന്ന സ്ലാങ് ആട്ടോ ഇല്ല. എന്നോട് നമ്മുടെ അയലോക്കത്തൊക്കെ ഉള്ളൊരു അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ പറയാറുണ്ട് ഡിവൈൻ്റെ ടോട്ടൽ സ്ലാങ് മാറിപ്പോയി, തൃശ്ശൂർ സ്ലാങ് ആയിന്ന്. അമ്മയും അച്ഛനും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അച്ഛന് ആകെയുള്ളൊരു നീരസം ഞാൻ ഈ എടോ പോടോ എന്ന് വിളിക്കുന്നത്. നമ്മുടെ കോട്ടയം സൈഡ് അത്ര വലിയ ഇഷ്ടം അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ എടോ പോടോ വിളി. പക്ഷെ ഇവിടെ അത് ഭയങ്കര കോമൺ ആണ്. അമ്മയ്ക്ക് പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല കേട്ടോ. അടുത്തത് ഷാരോൺ. എങ്ങനെ ഒരു ഹൗസ് വൈഫായി ഇരിക്കാൻ പറ്റുന്നു? ഒരു ഓഫീസ് വർക്ക്, ചിൽ ടൈം, ഒരു ഫിക്സഡ് ഇൻകം, ഒരു പെർമനൻറ്റ് എംപ്ലോയി, എപ്പോഴും സെൽഫ് ഇൻഡിപെൻഡൻറ്റ്, ഒരു റെസ്പെക്റ്റ് ഇൻ സൊസൈറ്റി എന്നൊക്കെ വേണമെന്ന് ഫീൽ ചെയ്യാറില്ല. പിന്നെ ഞാൻ ചേച്ചിയുടെയും പിന്നെ ഫാമിലിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലവ് യു ചേച്ചി. ഹാപ്പിയായി സേഫായി ഇരിക്കൂ കേട്ടോ. ഹൗസ് വൈഫായിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയല്ല. ഞാൻ ഹൗസ് വൈഫ് എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ഫുൾ ടൈം വർക്കറാണ്. ഇപ്പോൾ ജോലിക്ക് പോലെ നമുക്ക് ഫിക്സഡ് ടൈമാണല്ലേ, രാവിലെ പോയിട്ട് വൈകുന്നേരം വരിക. പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ചും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യും, ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്ന ഒരാൾക്ക് വർക്കിംഗ് അവേഴ്സ് ഇല്ല. അത് എത്ര പേർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകും എന്നെനിക്കറിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ടായിരിക്കും ഞാനൊരു 7-7:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ടാവുക.
കഴിഞ്ഞ ഒരു കഴിഞ്ഞ പോയ ഒരു ശനിയാഴ്ച വരെ എൻ്റെ രാവിലെ എന്ന് പറയുന്നത് 5:45 ആകുമ്പോൾ തുടങ്ങുന്ന എൻ്റെ ഒരു ലൈഫ്, രാത്രി നിൽക്കുന്നത് രാത്രി 12-12:30 1 മണി വരെ ഞാൻ വർക്കിംഗ് ആണ്. എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത് ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിക്കാണും. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് തന്നെ എന്നെ ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുടെ ഒരു കൂട്ടിപ്പിടിക്കലിൽ ഞാൻ വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ വീഡിയോ ഇടുക നിങ്ങൾ കാണാം, ഓക്കെ, പക്ഷെ ആ വീഡിയോ ഞാൻ ഇടണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഇഫേർട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ രാത്രി ഇപ്പോൾ 12:51 ഇത് ഞാനിനി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു നോക്കിയിരിക്കണം. ചില സമയങ്ങളിൽ നമുക്കത് അപ്ലോഡ് ആവില്ല, ഡിലേ വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ താണ്ടിയാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ അതിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഹൗസ് വൈഫ് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ഫുൾ ടൈം 24/7 വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഹൗസ് വൈഫും മോമും ബിസിനസ്സുകാരിയും യൂട്യൂബറും ഒക്കെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. ലിൻഡ വർഗീസ്, കല്യാണം ആഫ്റ്റർ ആൻഡ് ബിഫോർ ഏതാണ് ഡിവൈന് ഏറ്റവും ഇഷ്ടം? ചില സമയങ്ങളിൽ എനിക്ക് ഏറ്റവും സിംഗിൾ ലൈഫായിരുന്നു നല്ലതെന്ന് തോന്നും. പക്ഷേ ഫാമിലി ആയിട്ട് മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും എൻ്റെ ലൈഫിൽ സന്തോഷമുള്ള കാര്യം തന്നെ. അതിലൊരു മാറ്റവും ഇല്ല. രണ്ട് ലൈഫാണ്. നമുക്ക് ഒരിക്കലും എൻ്റെ പഴയ ജീവിതം മതിയായിരുന്നു എന്ന് ഒരിക്കലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. നമ്മൾ സിംഗിളായിരിക്കേണ്ട സമയം അത്ര സിംഗിളായിട്ടിരുന്നു. അതിനുശേഷം ഫാമിലി ആയാൽ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്, ഇങ്ങനെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ഇതൊക്കെ സന്തോഷവും സങ്കടവും ഒക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന താക്കോലാണ്. അപ്പോൾ അത് നമ്മൾ വേണം നോക്കിയും കണ്ടു ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. SMA ഡിവൈൻ ഫർദർ പാഷൻ ഓർ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പാഷനും എന്താ പറയുക സ്റ്റഡീസും ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പം നിലവിൽ എനിക്ക് ഒരു നിർവാഹവും ഇല്ല. എനിക്ക് അങ്ങനത്തെ പ്ലാനും ഇല്ല. പഠിക്കേണ്ട സമയത്ത് പഠിച്ചു, ആവശ്യത്തിലധികം പഠിച്ചു, അത് മതി, ഞാൻ ഫുൾഫിൽഡാണ്. ഇനി പറയാൻ പറ്റില്ല, കാലങ്ങൾ മുന്നോട്ട് പോകുമ്പം ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നോക്കുമ്പോൾ ഒരു 99% ഇല്ല. ഞാനിപ്പോൾ ഉള്ള ലൈഫിൽ വളരെ സന്തുഷ്ടയാണ്. ഞാൻ എന്ന നിലയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ലേഡി എന്ന നിലയിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അടുത്തത് ഡോണ മേരി ജേക്കബ്, ഓണം വെക്കേഷൻ കുട്ടികളായി ട്രിപ്പ് പോകുന്നുണ്ടോ ഫുൾ ഫാമിലി? നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഞാൻ ഓൾറെഡി കോട്ടയത്ത് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ട്രിപ്പൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യം ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, സാധാരണ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകും, തിരിച്ചു വരുമ്പോൾ ഡോൺ ചേട്ടൻ തലേന്ന് വരും. നമ്മളിപ്പോൾ ഓണമാണെങ്കിൽ തലേന്ന് വരും, ഓണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ തിരിച്ചു വരും, അങ്ങനെയാണ് പതിവ്. അതിലും വിട്ട് ഡോൺ ചേട്ടൻ ഈ പ്രാവശ്യം എൻ്റെ കൂടെ വന്ന് ഒരു 5 days സ്പെൻഡ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ഒരു ന്യൂസായിരുന്നു. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഇപ്പം എൻ്റെ ലൈഫിലുള്ളത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഷെബ മാത്യു, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഡിവൈൻ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യമായിട്ട് ഞാൻ കണ്ണാടിയിൽ പോയി നോക്കും, ശരിക്കും എന്നെ തന്നെയാണോ, എന്നെ എന്ത് കണ്ടിട്ടാണ് എന്നെക്കാൾ നല്ലതാണെന്ന് പറയുന്നത്? സത്യമായിട്ടും ചിലപ്പം ഞാനിപ്പോൾ ചബ്ബിയായിരിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് എന്നോടുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതാവാം, മേ ബി, അറിയില്ല കേട്ടോ. മരിയ ആൻ, ചേച്ചി ത്രോട്ടിലെ സർജറിക്ക് ശേഷം എല്ലാം ഓക്കെ ആയോ? അതിൻ്റെ ഡീറ്റെയിൽസ് പറയാമോ ചേച്ചി? അതിനുശേഷം ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. അതിൻ്റെ ആഫ്റ്റർ കെയർ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഓളിയിടുകയോ ബഹളം വെക്കുകയോ അതൊക്കെ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് തിരിച്ചു വരും. വീണ്ടും സർജറി ചെയ്യേണ്ടി വരും, തെറാപ്പിയും ഒക്കെ ആയിട്ട് ഇരിക്കേണ്ടി വരും. അതെനിക്ക് കറക്റ്റ് ടൈം അതെനിക്ക് നോക്കാനും ആ സൗണ്ട് കാരണം ഞാൻ വീഡിയോ ഇടുന്ന കൗണ്ട് പോലും കുറച്ച് സമയങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പം അതിനെ എന്നെ ഒരു പുറത്തുള്ളൊരു നേഴ്സാണ് ഹെൽപ്പ് ചെയ്ത്, ആളോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ആൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സ്റ്റിൽ ചിലപ്പോൾ ഞാനത് കൊണ്ട് നടന്നേനെ. ഇപ്പം അത് വേഴ്സ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും. വേറെ ഒന്നുമില്ല. ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് ഈ ഓളിട്ട് സംസാരിക്കാതിരിക്കുക, ഇടയ്ക്കൊന്ന് സ്ട്രെയിൻ പോലെ തോന്നുകയാണെങ്കിൽ എക്സസൈസ് പറഞ്ഞിട്ട്, മീൻസ് നമുക്ക് എക്സസൈസ് തന്നിട്ടുണ്ട്, അത് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് റഷീദ ഷിഹാബ്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. സ്റ്റാറ്റസ് കോർണർ, ഡോൺ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ടും ഡിവൈൻ ഫസ്റ്റ് മാരേജ് ആയതുകൊണ്ടും സൊസൈറ്റിയിൽ, നാട്ടുകാരോടും റിലേറ്റീവ്സും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. അതിൽ ആദ്യം തൊട്ട് എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ടാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ചിലരെയൊന്നും അല്ല. ഇപ്പോൾ ഡോൺ ചേട്ടൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തതിനേക്കാളും കുറച്ചധികം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ച് അവർക്ക് സോഷ്യൽ മീഡിയ ഇതൊക്കെ പരിചയമുള്ള സംഭവമാണ്. ബട്ട് ഇതിലൊന്നും ബന്ധമില്ലാത്ത ഒരാളാണല്ലോ ഞാൻ. എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ
എനിക്കുണ്ടാവുന്ന കുറേ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ. കാരണം ഞാൻ എല്ലാവരുടെ അടുത്തും വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ബട്ട് അപ്പോഴും എന്നെ താങ്ങി നിർത്താൻ എനിക്ക് കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഹാപ്പിയാണ്. പക്ഷെ അന്ന് മിണ്ടാതിരുന്നവർ ഇന്ന് എൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ഉണ്ടെന്ന് അറിയുമ്പോൾ അതും ഒരു സന്തോഷമാണ് കേട്ടോ. അടുത്തത് സ്റ്റാറ്റസ് കോർണർ തന്നെയാണ്. ലൈഫിൽ സ്ട്രഗിൾസ് വന്നാൽ എങ്ങനെ ഓവർകം ചെയ്യും ചേച്ചി? ലവ് യു ലോട്ട്സ്. എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ ചില സന്ദർഭങ്ങൾ എനിക്കും വരാറുണ്ട്. മനുഷ്യരല്ലേ, എല്ലാവർക്കും എപ്പോഴും സന്തോഷം മാത്രമല്ല, സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള സമയങ്ങളുണ്ട്. കടിച്ചു പിടിച്ചിരിക്കുക എന്നെ സംബന്ധിച്ച് എനിക്ക് വിട്ടു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. എനിക്കിങ്ങനെ വന്നു, ശരി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് മാറി നിൽക്കാം എന്നുള്ളൊരു തോട്ട് എനിക്ക് ഇന്ന് വരെ ഇല്ല. എന്തിന് ഞാൻ മാറണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യം. നമ്മൾ ചെയ്യുന്നതിനോട് നമുക്ക് 100% വിശ്വസ്തതയും അതുപോലെ ഉറപ്പും വേണം. ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ ആർക്കും ദ്രോഹമല്ല ചെയ്യുന്നതെന്ന് വെച്ചാൽ മുന്നോട്ട് തന്നെ പോവുക. പുറകോട്ട് ഒരിക്കലും തിരിഞ്ഞ് നോക്കരുത്. തിരിഞ്ഞ് തന്നെ അങ്ങനെ പോകണം. പിന്നെ അങ്ങോട്ട് തിരിച്ച് കയറി വരാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. മഹിമ, ഒരുപാട് ഇഷ്ടം മാത്രം, കീപ് ഗോയിങ്. ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇതുവരെയായി. ഇപ്രാവശ്യം കോട്ടയത്ത് പോകുന്നുണ്ടോ? ഉണ്ടല്ലോ. ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം ആദ്യത്തെ ദിവസം മാത്രം ഞാനൊന്ന് പൂക്കളം ഇട്ടു, പിന്നെ രണ്ടാമത് ഡിമ്പിൾ ഇട്ടു. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, ഈ വീട്ടിലെല്ലാ ഡെക്കറും ചെയ്യുന്നത് ഡിമ്പിളാണ്. നമ്മൾ ഒരു ബൂസ്റ്റ് കൊടുത്താൽ അതിൻ്റെ ഡാഡിയും ഡിമ്പിളുമാണ് അതിൻ്റെ എല്ലാം ആൾക്കാർ. നമ്മൾ സൈഡിൽ മാത്രം നിൽക്കുക കേട്ടോ. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ ഡിമ്പിളിന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദേവി വാര്യർ, ഡിവൈൻ എവിടെയാണ് പഠിച്ചത്, വർക്ക് ചെയ്തത് എവിടെ, ഡോണിൻ്റെ പ്രപ്പോസൽ എങ്ങനെ വന്നു? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. പ്രപ്പോസൽ വന്ന കഥയും പഠിത്തത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അംബിക, സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയറിനെ കുറിച്ച് പറയുമോ? ഇപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ഒന്നുമേ ഫോളോ ചെയ്യുന്നില്ല. ഫേസ് വാഷ് ഇട്ട് രാവിലെയും രാത്രിയും മുഖം കഴുകും, അത് മാത്രമേ ഉള്ളൂ. വേറെ എനിക്ക് ഒരു കാര്യം, ചിലതൊക്കെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുമെങ്കിലും എനിക്കത് എന്താ പറയുക ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും എനിക്ക് പറയാനും ഇല്ല. എൻ്റെ തല മൊട്ടത്തലയായിക്കൊണ്ടിരിക്കുകയാണ്. ബി ഹാപ്പി, എനിക്ക് ഡിവൈനോട് ചോദിക്കാനൊന്നും ഇല്ല പറയാനുള്ളത്. ഒന്ന്, ഡിവൈൻ ഒരു മീ ടൈം ഉണ്ടാക്കി എടുക്കണം. ഫ്രീ ആയി റിലാക്സ് ചെയ്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. തിരക്ക് കാരണം നമ്മളെ കെയർ ചെയ്യാതെ കാരണം ഹെൽത്ത് പോവും, നമ്മുടെ ഹാപ്പിനെസ് ഇതൊന്നും നമ്മളല്ലാതെ വേറെ ആരും ശ്രദ്ധിക്കില്ല. സോ കുറച്ച് ടൈമെങ്കിലും നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. ഉറപ്പായിട്ടും ഞാൻ ആ ഒരു ഒപ്പീനിയനോട് യോജിക്കുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ മീ ടൈം വളരെ കുറവാണ്. ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നത് വളരെ കുറവാണ്, സത്യമാണ്. അതായത് ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വരുന്ന മെസ്സേജസ് കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചധികം പ്രൗഡാണ്. കാരണം ആൾക്കാർക്ക് എന്നെ അല്ലെങ്കിൽ എൻ്റെ ഒന്ന് മുഖം മാറിയാൽ, എൻ്റെ സൗണ്ട് ഒന്ന് ഇടറിയാൽ അവരെൻ്റെ വിഷമം മനസ്സിലാക്കി തുടങ്ങിയെന്ന് എനിക്ക് നിങ്ങളോട് ഒത്തിരി പേരോട് എല്ലാവരോടും കടപ്പാടുണ്ട്. കാരണം അത് എളുപ്പമല്ല. നമ്മളെ മനസ്സ് വായിച്ച് നമ്മൾ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ, അത് നമ്മളെ നേരിട്ട് കാണാതെ അല്ലെങ്കിൽ നമ്മുടെ വർത്തമാനം കേട്ട് ജസ്റ്റ് ഈ വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ ഓക്കെ ആണോ അല്ലയോ എന്ന് തീരുമാനിച്ചത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ ഒരു മീ ടൈം ഞാൻ കണ്ടെത്തി എടുക്കാൻ ഞാൻ മാക്സിമം ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. ബട്ട് അറിയാലോ, എൻ്റെ കൂടെ ഉള്ളത് കുഞ്ഞു പിള്ളേരാണ്. ചാക്കോച്ചിനും കൂടെ കുറച്ച് തോമുൻ്റെ അത്രയും പ്രായമായാൽ ഞാൻ ടോട്ടലി ഒരു 2 വർഷം കൂടെ ഉള്ളൂ എൻ്റെ ഈ കഷ്ടപ്പാട്. അത് കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും. വേറെ പണിയൊന്നുമില്ലേ? ഒന്നും അറിയാനില്ല, ഇതാണ് എൻ്റെ പണി. അപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനല്ലേ എനിക്ക് പറ്റുള്ളൂ. ഒന്നും അറിയണ്ടെങ്കിൽ അറിയണ്ട. പണിയുണ്ടോയെന്ന് ചോദിച്ചാൽ പണി ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ പണി എനിക്കുണ്ട് കേട്ടോ. യൂസർ, ഡിവൈൻ യു ലുക്ക് സാഡ്. എപ്പോഴും ഒരാൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ കാണും. അതുപോലെ എനിക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ. റെനീറ്റ വിൻസെൻറ്റ്, ഡിവൈന് സുഖമാണോ? എന്തോ ഒരു വിഷമം ഉള്ളിലുള്ളതുപോലെ. പ്ലീസ് ഗിവ് യുവർ ലൈഫ് ആൻഡ് ഹെൽത്ത് ആസ് വെൽ പ്രയോറിറ്റി. നെഗറ്റീവ് അല്ല, ബട്ട് ഡിവൈൻ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ ഡിവൈനെ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നി. ബി ഹാപ്പി ഓൾവേസ്. ഹോപ്പ്. ചാക്കോൻ്റെ ടീത്ത് ഇഷ്യൂസ് ആർ റിസോൾവ്. ചാക്കോൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. ചാക്കോന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു കഴിഞ്ഞ 2 മാസങ്ങളായിട്ട്. ഞാൻ പൊക്കോണ്ടിരുന്ന ഒരു എന്താ പറയുക മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് പോലും
പിടിച്ചാൽ കിട്ടാത്തൊരു രീതിയിലായിരുന്നു. ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് ഞാൻ പറയുക, എന്താണോ അപ്പോഴത്തെ മൂഡ് അതെൻ്റെ മുഖത്ത് പ്രകടമായിട്ട് കാണിച്ചിരിക്കും. അല്ലാതെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണ് അല്ലെങ്കിൽ ആൾക്കാർ ഇത് കാണുമെന്ന് വിചാരിച്ച് കുറച്ച് ചിരിച്ചും കുറേ തള്ളി മറിക്കാനും എനിക്ക് പറ്റില്ല. എൻ്റെ അപ്പോഴത്തെ മൂഡ് എന്താണോ ആ ഒരു മൂഡിൽ തന്നെ ആയിരിക്കും ഞാൻ ആ വീഡിയോ എടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ എനിക്ക് വേണേൽ ഹൈഡ് ചെയ്യാം, പക്ഷെ എനിക്കത് പറ്റാറില്ല. എനിക്ക് വീഡിയോ ഇട്ടാലേ പൈസ കിട്ടുകയുള്ളൂ. പൈസ കിട്ടിയാലേ നമുക്ക് ഈ പറഞ്ഞ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കെ പറ്റുള്ളൂ. നമുക്ക് ഭർത്താവുണ്ട്, അപ്പനും അമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ ഒരു മനുഷ്യനോട് കൈ നീട്ടുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അല്ലേ. എന്ന് വെച്ചാൽ എനിക്കിവിടെ ബുദ്ധിമുട്ടാണെന്നല്ല, അത് പലരും എന്നെ ഉപദേശിച്ച് എനിക്കിപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ. അങ്ങനെ അടുത്തത് ഷബാന ചോദിച്ചിരിക്കുക, ഫസ്റ്റ് തന്നെ ഡിവൈൻ വീഡിയോ നല്ല പോസിറ്റീവ് എനർജി തരുന്നത്, കീപ് ഗോയിങ്. മൈ ക്വസ്റ്റ്യൻ, എങ്ങനെ ഇതെല്ലാം ലൈക്ക് കുട്ടീസ്, വീട്, ബിസിനസ് എല്ലാം മാനേജ് ചെയ്യുന്നത്, ലൈഫിൽ ഡൗൺ ഫീൽ തോന്നുമ്പോൾ എന്താ ചെയ്യുന്നത് അത് ഓവർകം ചെയ്യാൻ? ഇതിപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ഇതിപ്പം എൻ്റെ കുട്ടികളാണ്, എനിക്ക് നോക്കാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എനിക്കും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ്, മക്കളുടെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുക എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പം അത്യാവശ്യ ഘട്ടങ്ങൾ, ഇപ്പം നമ്മളിപ്പോൾ ഹാമ്പറിൻ്റെ തിരക്കിലാണ്, ഒബ്വിയസ്ലി നമുക്ക് തോമുന് ഈ ഒരു അക്കാഡമിക് ഇയർ എന്ന് വെച്ചാൽ ഫുൾ ഹോളിഡേയ്സ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോമുനെ വീട്ടിലാക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അവൻ ഒറ്റയ്ക്കാണെങ്കിൽ അവൻ ഓക്കെ ആയിരിക്കും. ഒരാൾ കൂടിയാലാണ് പ്രശ്നം വരിക. അപ്പം അങ്ങനെ ആക്കിയിട്ട് പോകേണ്ട അവസരങ്ങളിൽ ഞാൻ ആക്കിയിട്ട് പോകാറുണ്ട്. അല്ലാതെ ഫുൾ ടൈം ഞാൻ അവരുടെ ഏറ്റവും ഇതൊരു കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് കേട്ടോ. കാരണം എപ്പോഴും നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കും. ഒരാളെ അത് ഏൽപ്പിക്കാനും പറയാനും ഒന്നും നിൽക്കണ്ട. നമുക്ക് പറ്റണ കാര്യങ്ങൾ അല്ലേ, നമുക്കിപ്പോൾ വയ്യെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ഹെൽപ്പ് നമ്മൾ എടുത്തേ മതിയാവുള്ളൂ. ഇതിപ്പം എല്ലായിടത്തും എല്ലാവരും അത് ചെയ്യാൻ വില്ലിങ് ആവണമെന്നുമില്ല. ചിലർ ഓക്കെ ആയിരിക്കും, ചിലർക്കത് വശം ഉണ്ടാവില്ല, ചിലരത് കണ്ണും പൂട്ടി ചെയ്തു തരുന്നവരുണ്ട്. സോ നമുക്ക് ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. കുറേ പേരുടെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അഫീസ റിയാസ് ചോദിച്ചിരിക്കുന്നത്, വേറെ വീട് എടുക്കുമ്പോൾ മാറി താമസിക്കാൻ പ്ലാൻ ഉണ്ടോ? ഇത്രയും ഈ ഒരു മൊമെൻ്റ് വരെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ആക്ച്വലി. നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എടുത്തോ പിടിച്ചോ എന്നൊരു വീട് മാറിപ്പോകണം. എനിക്ക് അതിനുള്ളൊരു ആവശ്യം ഉണ്ടോയെന്ന് ഇന്നുവരെ തോന്നിയിട്ടില്ല. ഇപ്പം മമ്മി ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നിങ്ങളെ ഓൺ സ്പേസ് കണ്ടെത്തി നിങ്ങൾ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ കല്യാണത്തിന് മുമ്പേ എൻ്റെ മൈൻഡ് സെറ്റിൽ ഞാനൊരു ഒറ്റക്കുട്ടിയാണ്. അപ്പോൾ ഒറ്റപ്പെടലിൻ്റെ വേദന എനിക്ക് നല്ലപോലെ അറിയാം. സോ എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആൾക്കാരും ബഹളവും ഉള്ളൊരു വീട്ടിലേക്ക് കെട്ടിക്കയറി ചെല്ലണം. കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടിക്കയറി ചെല്ലണം. ഇപ്പോൾ വേറൊരു പീക്ക് ഓഫ് ടൈമിൽ ഇങ്ങനെയായിരുന്നു, എനിക്ക് കുറേ അബ്രോഡുള്ള ആലോചനകളാണ് വന്നുകൊണ്ടിരുന്നത്. കുറച്ച് പേർക്ക് നമ്മൾ ഹസിൻ്റെ കൂടെ പുറത്ത് പോകണം എന്നുള്ളതായിരുന്നു. അതും ഞാൻ ഓക്കെ ആയിരുന്നു. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ വേണമല്ലോ നമുക്ക് ഇരിക്കാൻ. അതേസമയത്ത് പറ്റാത്ത അവസരങ്ങളിൽ അതനുസരിച്ച് നിൽക്കുക. ഇപ്പോൾ എല്ലാതും നമ്മുടെ കൈക്കുമ്പിളിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാവരുമായിട്ട് ഒന്നിച്ച് നിൽക്കാനാണ് ഇഷ്ടം. എനിക്കായിട്ടൊരു സ്പേസ് കണ്ടെത്തി മാറി താമസിക്കുന്നതിനോട് ഞാൻ അപ്പോഴത്തേനും ഒന്നെങ്കിൽ ഞാൻ വീർപ്പ് മുട്ടിച്ചാവും, അല്ലെങ്കിൽ ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. സത്യമായിട്ടും എനിക്ക് പറ്റില്ല, പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് തന്നെ പറയണമല്ലോ. പക്ഷെ ഞങ്ങളോട് എപ്പോഴും മമ്മി പറയാറുണ്ട്, നിങ്ങൾ ബെറ്റർ സ്പേസ് കണ്ടെത്തി മാറി നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നൊക്കെ പറയാറുണ്ട്. എനിക്കും ഇഷ്ടമില്ല, ഡോൺ ചേട്ടനും അത് ഇഷ്ടമില്ല കേട്ടോ. അത് ഡിമ്പിളിനോടായാലും മമ്മി പറയും, നിനക്കായൊരു സ്പേസ് കണ്ടെത്തും, നിങ്ങൾക്കായിട്ടൊരു സ്പേസ് കണ്ടെത്തും എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അത് ഡിമ്പിളിനെ സംബന്ധിച്ച് ഡിമ്പിളിനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെ ആവണം എന്നില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. റസീന, എടാ ഡിവൈൻ മോൾക്ക് ഷോർട്ട് ഹെയർ ആണ് കേട്ടോ നല്ലത്. അത് മോളുടെ ഫേസിൽ കറണ്ട് മാച്ച് പ്ലീസ് ഷോർട്ട് ഹെയർ ആക്കൂ. ഞാനൊരു ടൈം വരെ, എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ്റെ പ്രസവം വരെ ഞാൻ ഷോർട്ട് ഹെയറിൽ തന്നെ സ്റ്റക്ഡായിരുന്നു. എപ്പോഴും ഞാൻ മുടി വെട്ടിക്കളയും, സ്റ്റെപ്പ് അടിക്കും, ഫെദർ അടിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി പണ്ടത്തെ പോലെ മുടി വളർത്തണം, കുറേ മുടി വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നതിന് ശേഷമാണ് വളർത്തി തുടങ്ങിയത്. പിന്നെ വെട്ടാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഒരു പ്രാന്ത് തോന്നുമ്പോൾ വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ തലയിലെ മുടിയല്ലേ. അടുത്തത് ക്രിസ്റ്റി ഡാനിയൽ, ആർ യു റിയലി കംഫർട്ടബിൾ ഇൻ ജോയിൻറ്റ് ഫാമിലി? വാട്ട് വാസ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഇൻ ജോയിൻറ്റ് ഫാമിലി? സംടൈംസ് വി റിയലി ഫെൽറ്റ് യു ആർ ഹാർഡ്ലി അഡ്ജസ്റ്റഡ്. ദിസ് ഈസ് നോട്ട് എ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. ജോയിൻറ്റ് ഫാമിലിയിലും നമ്മൾ
മറ്റേ ന്യൂക്ലിയറായിട്ട് നിൽക്കുമ്പോഴും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ എണ്ണിക്കാൻ തോന്നുമ്പോൾ കഴിക്കാൻ നമുക്ക് തോന്നുന്നത് ചെയ്യാം, എവിടെയെങ്കിലും പോകാൻ വരാം. പക്ഷെ നമ്മളൊരു ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ച് പിടിച്ച് വീട്ടിൽ കെട്ടിയിട്ടിരിക്കാനൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇൻലോസ് കാണും, അവരെ ടേക്ക് കെയർ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് അവരുടെ കാര്യമേ നോക്കേണ്ടി വരില്ല, അവരവരുടെ കാര്യം നോക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടേതായ കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയാനൊന്നും ഞാൻ ആളല്ല. ബട്ട് നമ്മുടെ ഒരു ഫ്രീഡം, ഇപ്പം ചിലപ്പോൾ പക്ക ഓർത്തഡോക്സ് ഫാമിലി ആയിരിക്കും, നമ്മൾ ചെയ്യുന്ന ഇപ്പം ഡ്രസ്സിങ് ആയിക്കോട്ടെ ചിലർക്കൊന്നും ഇഷ്ടാവില്ല. ഇപ്പോഴത്തെ കാലത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സിംഗിളായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പാർട്ട്ണറും കൂടെ ഓക്കെ ആയിരിക്കണം, നമ്മുടെ ഇഷ്ടത്തിനല്ല, പാർട്ട്ണറും ഓക്കെ ആയിരിക്കണം. ഒരു കല്യാണം വരെ ഉള്ളൂ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇഷ്ടത്തിന് നടക്കുക എന്നൊക്കെയുള്ളൂ. അതിന് ശേഷം നമ്മൾ പലരുടെയും അഭിപ്രായത്തിനാണ് ജീവിക്കുന്നത്, അല്ലേ? നമുക്ക് അഭിപ്രായം വേണ്ട എന്നല്ല, അഭിപ്രായം വേണം, പക്ഷെ നമ്മൾ ചുറ്റുമുള്ളവരെ മാനിക്കണം എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ സ്ലീവ്ലെസ് ആണ് ഇഷ്ടം, ഞാൻ അതേ ഇടൂ എന്ന് പറഞ്ഞാൽ അതെൻ്റെ ചുറ്റുമുള്ളവരും കൂടെ അംഗീകരിക്കണം, അല്ലെങ്കിൽ അവർക്കൂടെ ഇഷ്ടമാണ്, അല്ലേ? നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ അപ്പൻ അമ്മ കുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ വേറൊരു ബ്രദർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും നോക്കിയിട്ട് വേണം, അല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്കറിയാം എനിക്ക് വണ്ണുണ്ട്, സ്ലീവ്ലെസ് ഇട്ടാൽ വൃത്തികേടായിരിക്കും. പക്ഷെ ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ നല്ല സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഞാനും റിലാക്സ്ഡ് ആണ്, ചുറ്റുമുള്ളവർക്കും പ്രശ്നം ഉണ്ടാവില്ല. എന്ന് വെച്ച് ഞാൻ വീണ്ടും പറയണു, എന്നോട് ആരും ഇടരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇത് നാളെ വരാൻ പോകുന്ന അങ്ങനെയായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ നമ്മുടെ കംഫർട്ടബിൾ നോക്കണം, അതുപോലെ ചുറ്റുമുള്ളവരുടെ ഇഷ്ടങ്ങളോടെ നോക്കിയാലേ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ സജഷൻ കേട്ടോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നത് എനിക്കറിയില്ല, മേ ബി ആയിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തോന്നിവാസത്തിന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് തോന്നുമ്പോൾ എണ്ണിക്കും, തോന്നുമ്പം കഴിക്കും, തിന്ന പാത്രം പോലും കഴിയാത്തൊരു വ്യക്തി. ഞാൻ ഇങ്ങനെ മാറിയെങ്കിൽ അത് ഒരു ജോയിൻറ്റ് ഫാമിലി നിൽക്കുന്നതിൻ്റെ ഒരു ഇതാന്ന് പറയുള്ളൂ. കാരണം അത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ഒറ്റയ്ക്ക് ഡോൺ ചേട്ടൻ ഞാനും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ മടിച്ചായി പോയനെ. സംബന്ധിച്ച് നമ്മളിത് ഫുള്ളി ആക്റ്റീവായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് മനസ്സിലായിക്കണമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. വനജ, ഡിവൈൻ എത്രയും വേഗം ഡ്രൈവിങ് എത്രയും വേഗം പഠിക്കണം, അത് നമുക്ക് വലിയ സെൽഫ് കോൺഫിഡൻസ് നൽകും. ലവ് യു മോളെ. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കൊരു ഗ്യാപ്പ് അങ്ങോട്ട് കിട്ടണില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സംഭവം. എനിക്ക് അത് പഠിച്ചാലും എനിക്കതൊരു യൂസ്ഫുൾ ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പഠിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എൻ്റെ മനസ്സിൽ ഞാൻ പഠിക്കാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. എനിക്ക് വിൽ പവർ ഉണ്ട്, ഗട്ട്സ് ഉണ്ട്, അതൊക്കെ സമ്മതിച്ചു. ബട്ട് ഞാൻ പഠിക്കാൻ വളരെ ചാൻസ് കുറവാണ്, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം കേട്ടോ. റംസീന, ഹെയർ ഇങ്ങനെ കെട്ടുന്നത് നിർത്തിയത് നല്ലതായിരുന്നു, ബിക്കോസ് നെറ്റ് വല്ലാണ്ട് കയറി പോകുന്നുണ്ട്. സത്യമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇതിങ്ങനെ ഇവിടുന്ന് മുറുകിയിരുന്നില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സത്യം പറഞ്ഞാൽ എൻ്റെ പണ്ട് ഇവിടം തൊട്ട് മുടിയാ, അത് ഇവിടുന്ന് ഇങ്ങോട്ട് കയറിയും എൻ്റെ മുടി വലിച്ച് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ, അത് സത്യമായ കാര്യമാണ്. ഷൈനി, ഒറ്റ മോളായി വളർന്നിട്ട് ഇത്രയും വലിയ ഫാമിലിയിലേക്ക് വന്നിട്ട് എന്ത് തോന്നുന്നു? ഞാൻ ഭയങ്കര ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യം. ഞാൻ എപ്പോഴും പറയാം, ഒറ്റപ്പെടലിൻ്റെ വേദന എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും സംസാരിക്കണം, എൻ്റെ കൂടെ ആരിലിരിക്കണം, എനിക്ക് എൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ പറയണം. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വണ്ടറിങ് വൈബ്സ് വിത്ത് ഷെറിൻ, ഹെയർ പഴയ പോലെ കട്ട് ചെയ്യൂ, അപ്പോൾ തിക്നെസ് തോന്നും. ജസ്റ്റ് സജഷൻ. ആൻഡ് ഹൗ യു മാനേജിങ് കിഡ്സ് ആൻഡ് യുവർ വർക്ക് ടുഗദർ? ഓണത്തിന് കോട്ടയം പോകുന്നുണ്ടോ? യു ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ സാരി. ട്രൈ ടു വിയർ സിമ്പിൾ സാരി ഇൻസ്റ്റെഡ് ഓഫ് സൽവാർ ബിക്കോസ് യു ലുക്ക് മോർ ബ്യൂട്ടിഫുൾ ഇൻ സാരീസ്. ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? ആൻഡ് ഓൾസോ യുവർ ഡ്രീം ഡെസ്റ്റിനേഷൻ? വണ്ടറിങ് വൈബ്സ് വിത്ത് ഷെറിൻ്റെ ഞാൻ സത്യം പറഞ്ഞ കമൻറ്റ് കണ്ടിട്ടില്ല, പക്ഷേ എനിക്കിത് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. ഷെറിനോടാണ് എൻ്റെ ഒരു കോസ്റ്റ്യൂമും ലുക്കും ഇഷ്ടമായെങ്കിൽ പറഞ്ഞോളൂ, പൊട്ടയാണെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫുഡ് എനിക്കിപ്പോൾ സാമ്പാറോടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ
ഇഷ്ടം എന്ന് വെച്ചാൽ ഒരു കൊതി ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെ മുസംബി ജ്യൂസ്, കരിക്ക്, ഇതൊക്കെ ഭയങ്കര ഒരു ക്രേസ് ആയിട്ടിരിക്കുകയാണ്. ഡ്രീം ഡെസ്റ്റിനേഷൻ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. പണ്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ പറയുമായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ വ്യാമോഹങ്ങളും ഇല്ല. എവിടെയെങ്കിലും പോവാ വരിക, പോയില്ലെങ്കിൽ അത്രയും ആശ്വാസം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാട്ടോ ഞാൻ പോണത്. അടുത്തത് മിന്നു. ഡോൺ ചേട്ടൻ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഇൻവോൾവ് ആവണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ് തോന്നാറുണ്ട്. ഞാൻ പറയാറുമുണ്ട് ഡോൺ ചേട്ടൻ കുറച്ചും കൂടി ഇൻവോൾവ് ആവണം. ഡോൺ ചേട്ടൻ ഇങ്ങനെ ഡോൺ ചേട്ടൻ ചില സമയങ്ങളിൽ സ്ട്രെസ്ഡ് ആവും. മൂപ്പർക്കും എൻ്റെ കൂട്ടൊരു സോറി എൻ്റെ കൂട്ടൊരു നേച്ചറാണ്. മൂപ്പറുടെ മനസ്സിൽ എന്തെങ്കിലും കയറി കൂടിയാൽ പിന്നെ അതിൽ സ്റ്റക്ക് ഓൺ ആയിരിക്കും, പിന്നെ മിണ്ടില്ല. അങ്ങനെ ഇങ്ങനെ ബ്ലാങ്കായിട്ട് ഇങ്ങനെ 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 നടക്കും. അപ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഞാൻ നല്ല ഡോസും കൊടുക്കാറുണ്ട്. ഞാൻ പറയാം, നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഓഗസ്റ്റ് 21, 2026 ഇനി നമ്മുടെ ലൈഫിലേക്ക് വരില്ല. ഇനി ഓഗസ്റ്റ് 21 വരണമെങ്കിൽ 2027 വരുള്ളൂ. ഈ വേസ്റ്റ് ആക്കുന്ന ദിവസങ്ങളൊക്കെ പോയതാണ്. പിള്ളേർ ഈ പ്രായം കഴിഞ്ഞ് തിരിച്ച് ഈ പ്രായത്തിലേക്ക് നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം നമ്മളുടെ ആയാലും ഇപ്പം ഞങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതമായാലും ഒരു പ്രായത്തിൽ ആഗ്രഹിക്കുമ്പോൾ ഇതുപോലത്തെ നമുക്ക് തണ്ടും തടിയൊന്നും ഉണ്ടാവണമെന്നില്ല, അല്ലേ? ഞാനതെപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് പറയാണ്, കുറച്ചും കൂടെ മൂപ്പര് നോക്കത്തില്ല എന്നല്ല, നോക്കും, ബട്ട് കുറച്ചും കൂടെ ഇൻവോൾവ് ആവും. കാരണം നമ്മൾ ഒന്നിച്ച് ഇപ്പം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് പറ്റില്ല, നമുക്ക് ദൂരത്ത് നിന്നതൊക്കെ കണ്ടും കേട്ടും ഇരിക്കാനേ പറ്റുള്ളൂ. ബട്ട് നമുക്ക് കൂടെ നിൽക്കുമ്പോൾ ചെയ്തു തരാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ചിലതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ഇറ്റ് ഡിപ്പെൻസ്, അത് കേൾക്കാനും കൂടെ ആൾക്കാർക്ക് മനസ്സ് വേണമെന്ന് പറയും. ഇപ്പം കേൾക്കും, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ജിഷ. എടാ, ത്രോട്ട് ഇഷ്യൂസൊക്കെ മാറിയോ? എല്ലാം ഹീലായോ ആഫ്റ്റർ സർജറി? പക്കയായിട്ടുണ്ട്. എൻ്റെ സൗണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ. അനുശ്രീ. എടോ, ഹാപ്പി അല്ലേ? ചില ടൈം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. എല്ലാം ശരിയാവും, സന്തോഷമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ ഒരു ഭയങ്കര വിഷമം ഘട്ടത്തിൽ ഇരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ, എൻ്റെ സൗണ്ട് ഒന്ന് ഇടറിയപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ചു, ഡിവൈൻ ഓക്കെ അല്ലേ, ഡിവൈൻ എന്തോ വിഷമമുള്ള പോലെ. സത്യമായിട്ടും ചില സമയങ്ങളിൽ എനിക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട്. അയ്യോ, അത് എനിക്ക് വെരി റീസെൻ്റ്ലി തോന്നി തുടങ്ങിയ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇത്രയും നാൾ എനിക്കില്ലായിരുന്നു, ഒരു സിബ്ലിംഗ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ബട്ട് എനിക്ക് ഇപ്പോൾ അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ പാരൻസിനെ അറിയിച്ച് വിഷമിപ്പിക്കാനോ ഒന്നും പറ്റില്ല, അല്ലെ? നമുക്കൊരു കൂടപ്പുറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്തും, ഇപ്പം ഈവൻ ഡോൺ ചേട്ടനും ഡിമ്പിളും ആണെങ്കിൽ പോലും അവർ എല്ലാ കാര്യങ്ങളും അവരാണ് ഷെയർ ചെയ്യുക, അവർ തമ്മിലാണ് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് ഒരാൾ എപ്പോഴും കൂടെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം എന്ത് സങ്കടം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും അതെനിക്ക് എൻ്റെ വീട്ടിലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? പക്ഷെ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അത് ഒബ്വിയസ്ലി അവരെയും ബാധിക്കും. അപ്പം ഞാൻ ഇങ്ങനെ കംപ്രസ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു സമയം എത്തുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു ടൈമിലായിരുന്നു, ആ ഒരു പ്രോസസ്സിലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് ഞാൻ തന്നെ ഉള്ളൂ, എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കണം, ഞാൻ തന്നെ എന്നെ ഹാപ്പി ആക്കി വെക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എത്ര നാളത്തേനൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെന്താണ്, ജസ്മി കെ ജോസഫ്. ജോയിൻറ്റ് ഫാമിലിയിൽ എങ്ങനെ ഇത്രയും പവർഫുള്ളായി കൊണ്ടുപോകുന്നു? ജോലി തിരക്കുകൾ മൈൻഡ് ഡിപ്രസ് ആക്കാറില്ലേ? ടിപ്സ് പ്ലീസ്. എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയാത്തവർക്ക് വരെ ഒരു ഈസി വേ പറഞ്ഞു തരും. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ ഒരു തോണിയിൽ അങ്ങനെ പോവാണ്. കാരണം ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് രാത്രിയൊക്കെ ആലോചിക്കും, ദൈവമേ ഞാനാണോ ഇതൊക്കെ ചെയ്തത് എന്ന കാരണം എൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നു. ഞാൻ ഭയങ്കര ഫ്രീ ബേർഡായിരുന്നു. ബട്ട് ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഞാൻ പ്രൗഡാണ്. ഇതിപ്പോൾ വേറെ ആരല്ലെന്ന് പറഞ്ഞാലും ഞാൻ പ്രൗഡാണ്. കാരണം എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ നമുക്കല്ലേ അറിയുള്ളൂ. ഇപ്പം എൻ്റെ വേദന എന്താണെന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കറിയില്ല. എൻ്റെ കൈ മുറിഞ്ഞതിൻ്റെ ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് കീറിയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ജോലി തിരക്കുകൾ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. അപ്പം ഞാൻ തന്നെ അലക്കാൻ പറ്റുള്ളൂ, അല്ലെ? വേറെ അതിനൊരാളെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. അതെനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ശേഷമാണ് ആ ഒരു തോട്ട് വന്നു തുടങ്ങി. അതുവരെ ഞാൻ ഉഴപ്പ് തന്നെയായിരുന്നു. ബട്ട് കല്യാണത്തിന് ശേഷം അതെൻ്റെ ഒരു റൊട്ടീനായിട്ട് മാറി. എൻ്റെ തുണി ഞാൻ തന്നെ അലക്കണം. ഇപ്പോൾ ഈവൻ ഡോൺ ചാൻ്റെ ആയാലും അതെനിക്ക് നിർബന്ധമാണ്, ഞാൻ തന്നെ അലക്കണം, ഞാൻ തന്നെ വിരിച്ചിടണം. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ വീട്ടിൽ വെക്കേഷന് പോയാലും മാക്സിമം 1 വീക്ക് കഴിയുമ്പോൾ ഞാൻ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഡോൺ ചേട്ടനോട് പറയും, കൊട്ടയിലിട്ടാൽ മതി, ഞാൻ വന്നിട്ട് അലക്കിക്കോളാം. എനിക്കെന്തോ അതൊക്കെ എൻ്റെ ഒരു ഞാൻ ചെയ്താൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൻ്റെയാണ്. ചില സമയം കുറച്ചധികം, ഇപ്പോൾ വെക്കേഷന് പോയപ്പോൾ കുറച്ചധികം ദിവസം നിന്നപ്പോൾ ഞാൻ പറഞ്ഞു,
പറ്റുമെങ്കിൽ താൻ അലക്കിയിട്, ഇല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ മമ്മിയുടെ കയ്യിൽ കൊടുക്കുക, മമ്മി അലക്കിക്കോളും എന്ന് ഞാൻ പറയും. ഇപ്പം ഞാൻ പറഞ്ഞു ഇന്നേഴ്സൊക്കെ താൻ തന്നെ അലക്കിയിടും, ടീഷർട്ടും ട്രൗസേഴ്സൊക്കെ കൊടുക്കുക, മമ്മി അലക്കിയിട്ട്. എനിക്ക് എന്തോ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു തോട്ട് ശരിക്കും കല്യാണത്തിന് ശേഷമാണ് എനിക്ക് വന്നത്. ഇപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞിരുന്നപ്പോൾ പോലും മാക്സിമം ഞാൻ അമ്മേനെ ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ട്. എന്നാലും ഞാൻ പറയും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടോളാം, അമ്മയുടെ കാര്യം നോക്കി പോക്കോ. പിന്നെ അമ്മയ്ക്ക് കുട്ടികളുടെ തുണി അലക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ കണ്ണ് തെറ്റി എടുത്ത് അലക്കും. ബട്ട് ഞാൻ പറയും എൻ്റെ തുണി എടുക്കണ്ട, എനിക്കിഷ്ടമില്ല, ഞാൻ തന്നെ അലക്കിക്കോളാം എന്ന് പറയും കേട്ടോ. അങ്ങനെ പിന്നെ എനിക്കൊന്നും ടിപ്പൊന്നും പറഞ്ഞു തരാനില്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ എനിക്കും മൂഡ് സ്വിങ്സ് ഉണ്ട്, എല്ലാവർക്കും മൂഡ് സ്വിങ്സ് ഉണ്ട്. ഇപ്പം എന്നെ ഇങ്ങനെ എപ്പോഴും മൂഡ് സ്വിങ്സ്, ഞാൻ പറയും നിങ്ങൾക്കൊക്കെ മൂഡ് സ്വിങ്സ് ഉണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാന്ന് പറയും. ഞാൻ പിന്നെ പ്രകടമായിട്ട് കാണിക്കും, അതാണ് എൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇപ്പോഴൊക്കെ അത് മാറിയിട്ടോ. ആദ്യമൊക്കെ എനിക്ക് സങ്കടം വരുമായിരുന്നു, പിന്നെ ഇപ്പോൾ അത് യൂസ്ഡു ആയി. പിന്നെ ലിറ്റീന ഫിലിപ്പ്, ഡിവൈൻ എപ്പോഴാണ് ഡ്രൈവ് ചെയ്ത് വരുന്ന വീഡിയോ അപ്ലോഡ് ജെമിനിയും കൊണ്ട് ചെയ്യിക്കേണ്ടി വരും മിക്കവാറും. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെയും അങ്ങനെ ഒരു ഹോപ്പ് അതിനായിട്ട് കൊടുക്കുന്നില്ല ഡ്രൈവിങ്ങിനായിട്ട്. അതെൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ നിന്ന് ഞാൻ എടുത്തു കളഞ്ഞ കാര്യമാണ്. പറയാൻ പറ്റില്ല, ദൈവം തീരുമാനിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ പോയാനൊക്കെ ദൈവം തീരുമാനിച്ചാൽ ചിലപ്പോൾ നടക്കും. ബട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ നിന്ന് ഞാൻ ആ ഒരു വിഷ് എടുത്ത് കളഞ്ഞു കേട്ടോ. അടുത്തത് വിനീത ബിജു, ഒരുപാട് ഇഷ്ടമാണ് ഡിവൈനെ, എസ്പെഷ്യലി മൈ ചാക്കോച്ചൻ. ഇൻസൾട്ടാണ് മുരളി, ഇൻസൾട്ട്. ഹബീബ സലീം, ഡിവൈൻ ഓണം പരിപാടി എന്തായി, സദ്യ എല്ലാം വെക്കുമോ? അറിയില്ല, വെക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അമ്മ വെക്കാൻ സമ്മതിക്കുമോയെന്ന് എനിക്കറിയില്ല. നമ്മൾ മോസ്റ്റ്ലി ഓണത്തിനന്ന് രാവിലെ ഇവിടെ എത്തും, കാരണം അക്കി നമ്മളെ ഓണത്തിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അന്നൈശയും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കും ആഘോഷിക്കുക, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ പ്ലാൻ ബിസി, വൺ സജഷൻ, എയർ കുറച്ച് ഷോർട്ടാക്കി ഫ്രണ്ടിൽ ഫ്രെയിം ചെയ്യുന്ന പോലെ ഫേസ് ഫ്രെയിം ചെയ്യുന്ന പോലെ ബാങ്ക്സ് കട്ട് ചെയ്യുന്ന. ഇപ്പോഴും സുന്ദരി തന്നെയാണ് കേട്ടോ. എവിടെ എനിക്ക് മുടി വെട്ടുന്നതിനോട് തൽക്കാലം ഇപ്പോൾ താല്പര്യമില്ല, കാരണം ഉള്ളു നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വെട്ടിയ ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഹബീബ സലീം, മക്കൾക്ക് സ്കൂൾ ഹോളിഡേയ്സ് ആയോ മോളെ? ഇന്ന് തൊട്ട് എല്ലാവർക്കും ആയിട്ടുണ്ട് കേട്ടോ. ഡിവൈൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. ഡിവൈൻ്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഡിവൈൻ്റെ ലീലാമച്ചി അപ്പച്ചൻ സുഖമായിരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അടുത്തത് സൂര്യ മുരളി, ഹായ് ഡിവൈൻ, ഞാൻ ഡിവൈൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരാളാണ്. അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായത് ഡിവൈൻ ഡോൺ ചേട്ടനെ അമിതമായി സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ താൻ കൊടുക്കുന്ന സ്നേഹം അതേ അളവിൽ തിരിച്ച് കിട്ടുന്നില്ല. എപ്പോഴെങ്കിലും ഡിവൈന് തോന്നിയിട്ടുണ്ടോ? കഴിഞ്ഞ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. കാരണം ഡോൺ ചേട്ടൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, ബട്ട് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. സോ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്, കാരണം ഞാൻ വളരെ പ്രകടമായിട്ട് എൻ്റെ സ്നേഹം തുറന്നു കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞ പോലെ അമിതമായ സ്നേഹം ചില സമയങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കാരണം നമുക്കത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പ്രകടമായിട്ട് ഉള്ളിലുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. ഇനി അതിൻ്റെ അർത്ഥം ഡോൺ എന്നെ ഇഷ്ടമല്ല എന്നല്ല കേട്ടോ. ന്യൂസ് കൊടുക്കുന്നവർ ദൈവത്തെ ഓർത്ത് അങ്ങനത്തെ വാചകളൊന്നും കൊടുക്കരുത്. ബട്ട് എൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഹി വിൽ ബി അവൈലബിൾ. ബട്ട് എന്നെ സംബന്ധിച്ച് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കത് പ്രകടമായിട്ട് തന്നെ കിട്ടിയിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അടുത്തത് ലിറ്റി തോമസ്, ഞാൻ പത്തനംതിട്ടയാണ്. നാളെ മണർകാട് എൻഗേജ്മെൻറ്റ് പോകുന്ന മണർകാട് ചർച്ചിലാണ്. 2 days ബാക്കാണ്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് പോയി കാണും. ജ്യോതിലക്ഷ്മി, ഡിവൈൻ ഒറ്റക്കുട്ടിയാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ആരോടാണ് പറയുന്നത്? എന്തെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്ലോസ് കസിൻസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം അങ്ങനെ ഫ്രണ്ട്സ് സർക്കിൾ വളരെ കുറവാണ്. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. ഒരു സമയത്ത് ഡോൺ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫിനോട് ഇപ്പം നമ്മുടെ റോസ്മി ചേച്ചി അങ്ങനെ സംസാരിക്കുമായിരുന്നു. പിന്നെ ചേച്ചിക്കും തിരക്കായി, എനിക്കും തിരക്കായി, പിന്നെ പറ്റിയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ആകെയുള്ള ഒരു കമ്പനി റോസ്മി ചേച്ചി ആയിരുന്നു. ബട്ട് ഇപ്പം അങ്ങനെ കോണ്ടാക്റ്റ് പോലും ഇല്ല. കാണുമ്പോൾ ഒരു ഹായ് ബൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പം കാണുന്നതല്ലാണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിലൊരു ഫ്രണ്ട് എനിക്കിപ്പോൾ ഇല്ല. അതൊരു വലിയൊരു കുറവായിട്ട് തന്നെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. പിന്നെ വിഷമം വന്നാൽ ആരോടാ പറയുന്നത് വെച്ചാൽ ആരോടും പറയാറില്ല. എനിക്കങ്ങനെ ആരും ഇല്ല പറയാനായിട്ട്. പിന്നെയും ഞാൻ കൂടുതലും പറഞ്ഞിരുന്നത് എഡിസൺ ചേട്ടനോടും സ്നേഹ ചേച്ചിയോടുമാണ്.
ഇപ്പോൾ എനിക്ക് അവരുമായിട്ട് പോലും കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനോ ഒന്നും പറ്റണില്ല. നിസാരം നമ്മുടെ ചിക്കൻ കറി ഡ്രസ്സ് ബ്ലാക്ക് ഭയങ്കര വൈറലായിരുന്നു. അത് കഴിഞ്ഞൊരു ഗ്രീൻ കോട്ടൻ്റെ തന്നിരുന്നു, വേറെ കോട്ടൺ മെറ്റീരിയൽ. ഇന്ന് വരെ എനിക്കത് എടുത്ത് ഒരു വീഡിയോ ഇടാൻ പോലും ഉള്ള ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അത് ഇടാൻ നോക്കിയപ്പോൾ അത് ടൈറ്റായി. ഒരിടയ്ക്ക് പെട്ടെന്ന് ഞാൻ വണ്ണം വെച്ചിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആരും ഇല്ല എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ. ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് എനിക്ക് ഇപ്പോൾ ആരുമില്ല. 2-3 പേരുണ്ടായിരുന്നെങ്കിലും എനിക്കിപ്പോൾ അത് പറ്റാറില്ല, കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനൊന്നും പറ്റാറില്ല. എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. അവർക്കും സങ്കടവും വിഷമം ഉണ്ടായിരിക്കും. പറയുണ്ടാവോ, ഓ ഡിവൈൻ വിളിക്കുന്നില്ല. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാവാം മേ ബി ഞാൻ പലരിൽ നിന്നും ഇപ്പം ഞാൻ ഓവർ അറ്റാച്ച്ഡ് ആവുമോ പറയുമോ എന്നുള്ളൊരു ടെൻഷൻ കാരണം, അല്ലെങ്കിൽ ചില സമയം നമ്മൾ പറയും നമ്മുടെ വിഷമം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ബട്ട് അങ്ങനെ ഞാൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ കൊണ്ട് നടക്കാറുണ്ട്. ഞാൻ അവരെക്കുറിച്ച് ആലോചിക്കാറുണ്ട്, അവരെന്ത് ചെയ്യായിരിക്കും എന്നൊക്കെ ആലോചിക്കാറുണ്ടെങ്കിലും കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ ഞാൻ. കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ പറയുന്ന പോലെ അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സർക്കിൾ ഡോൺ ചാറ്റിൻ്റെ ചുറ്റിലുമായി. അപ്പോൾ എനിക്കങ്ങനെ ഡോൺ ചാറ്റിനും അങ്ങനെയാണ്, അങ്ങനെ വലിയ കമ്പനികളൊന്നും ഇല്ല. അവർക്കൊരു ഫിക്സഡ് ഗ്യാങ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഡോൺ ചാറ്റിന് വീട് തന്നെയാണ് ശരണം. അടുത്തത് റിഷാന. ചാക്കോച്ചൻ LKGയിലാണോ? ഡിവൈൻ എപ്പോഴാണ് കോട്ടയത്ത് പോകുന്നത്? ഡോൺ ചാറ്റിൻ്റെ സ്വഭാവത്തിൽ നിന്നും ഡിവൈന് സങ്കടം വന്ന ഒരു അനുഭവം പറയുമോ? ചാക്കോച്ചൻ LKGയിലും അല്ല പ്രീ-KGയിലും അല്ല, നേഴ്സറി ഗ്രൂപ്പിലാണ് കേട്ടോ പോകുന്നത്. ഡിവൈൻ നാളെ കോട്ടയത്ത് പോകും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഡിവൈൻ കോട്ടയത്തായിരിക്കും കേട്ടോ. ഡോൺ ചാറ്റിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര 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 സീക്രട്ടായിട്ടുള്ള കാര്യം. പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അത് ശരിയാവില്ല. അടുത്തത് ഇത് തന്നെ, ഡിവൈൻ വേറെ വീട് വേണമെന്ന് തോന്നാറുണ്ടോ? നെഗറ്റീവ് അല്ല. ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. അച്ഛനെയും അമ്മേനെയും കൊണ്ടുവരണം എന്ന്, അവർക്കൊരു സ്പേസ് കണ്ടെത്തി കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എടുത്തോ പിടിച്ചോ എന്നൊന്നും ഇത് നടക്കില്ല. അഖില, ഡിവൈൻ്റെയും മമ്മിയുടെയും എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയാനുള്ളൊരു ധൈര്യം ഞങ്ങൾക്ക് ലഭിച്ചു എന്ന്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം വന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ തുറന്നു പറയാൻ പറ്റുമോ? അങ്ങനെ പുറത്ത് ഓപ്പണായി പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നമുക്കൊരു പോയിന്റ് വരെ നമുക്ക് അതിനെക്കുറിച്ച് പറയാനോ, ഇപ്പോഴും ഞങ്ങൾ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഓപ്പണപ്പായിട്ട് നമ്മൾ റീസൺ പറഞ്ഞിട്ടില്ല. നമ്മൾ പറയാറ് അങ്ങനെയല്ല. റീസൺ നമുക്കൊരിക്കലും പുറത്ത് പറയാൻ പറ്റില്ല. അത് പർട്ടിക്കുലർലി പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ അങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒളിച്ചു വെക്കും തോറുമാണ് ആൾക്കാർക്ക് അതിൽ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് ഇപ്പം ഭർത്താവ്, കുട്ടി അല്ലെങ്കിൽ ഭാര്യയൊക്കെ ആയിട്ട് നമ്മുടെ ലൈഫ് എന്താണെന്ന് ലോകർക്ക് മൊത്തം അറിയാമല്ലോ. അപ്പം നമ്മളതിൽ ഒളിച്ചും പാത്തിരിക്കേണ്ടതോ ആരെയും പേടിക്കേണ്ട കാര്യമോ ഒന്നുമില്ല എന്ന് തോന്നിയപ്പോഴാണ് വൈനോട്ട്, എന്തിനാ ആൾക്കാരെ പേടിക്കണം, അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യണം. നമ്മളെ എത്രത്തോളം ഇപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോഴും ആളെന്താ സംസാരിക്കാത്ത, ആളെന്തായിരിക്കും അതിനെക്കുറിച്ച് പറയാത്തത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അല്ലേ നമ്മൾക്ക് ഉണ്ടാവും. ആ ഒരു ക്യൂരിയോസിറ്റി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് റീസൺ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അപ്പോഴും. അങ്ങനെ ശ്രീജ, ഡിവൈൻ മൂക്ക് കുത്തു. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ കുത്താനിരുന്നപ്പോഴാണ് ആ സർജറി വന്നത്. കുത്താതിരുന്ന് നന്നായി, അപ്പോഴും ഊരണ്ടി വന്നേനെ. ഞാൻ ചാക്കോച്ചൻ്റെ ഡെലിവറിക്ക് ഊരിയതാണ്. അതിന് ശേഷം എൻ്റെ ആ ത്രോട്ടിൻ്റെ സർജറിക്ക് തൊട്ട് മുമ്പ് കുത്താനിരുന്നതാണ്. പക്ഷെ പല കാരണങ്ങളും കാരണം തട്ടി മുന്നോട്ട് പോയി. പക്ഷെ അത് കണക്കിന് നന്നായി. ഇനി കുത്തുമെന്ന് എനിക്കറിയില്ല. ജയഭാരതി, ഡിവൈൻ ഇനിയൊരു പെൺകുഞ്ഞ് വേണ്ടേ? ഉത്തരം പറയണം കേട്ടോ. ആഗ്രഹം ഉണ്ടായിരുന്നു, ചാക്കോച്ചൻ ഉണ്ടാവണം. ആ നിമിഷം വരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുശേഷവും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവരെ രണ്ടുപേരും വളർത്തി എനിക്ക് മതിയായി. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു 6 വർഷം കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ. അമ്മയെന്ന നിലയിൽ ഞാൻ ഹാപ്പിയാണ്. ബട്ട് എനിക്കിനി എനർജി ഇല്ല. എന്ന് വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പെൺകുഞ്ഞ് വേണമെന്നുള്ളത്. ഇപ്പം അങ്ങനത്തെ ആഗ്രഹം ഞങ്ങൾക്ക് 2 പേർക്ക് ലെബലേശം ഇല്ല കേട്ടോ, സത്യം പറയാലോ. നിമീസ് വണ്ടേഴ്സ് ഓഫ് നേച്ചർ, ഡിവൈൻ ലൈഫിൽ ഒറ്റയ്ക്കായെന്ന് തോന്നിയ സിറ്റുവേഷൻ മെൻ്റലി ആഫ്റ്റർ മാരേജ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ഓവർകം ചെയ്യാറ്? ഞാൻ മിണ്ടാണ്ടൊരു റൂമിൽ കുത്തിയിരിക്കും. അതിൽ കുറേ റീൽസ് കാണും. ആ റീൽസ് എടുക്കുമ്പോഴോ നമ്മുടെ വിഷമത്തിനനുസരിച്ചുള്ള റീൽസ്,
അതിന് ഞാൻ ഇൻസ്റ്റാഗ്രാമിനെ സമ്മതിച്ചു കൊടുത്തു കേട്ടോ. എനിക്ക് ഇന്ന് ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ എന്തെങ്കിലും സങ്കടം വെച്ചാണ് ആ ഒരു റീൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നത്, അതിനെ ആസ്പദമാക്കി മാത്രമേ വരാറുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല. പിന്നെ അത് കണ്ട് 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 സമയം പോകുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ട് 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 നമ്മുടെ ആ ഒരു ഭാരം അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഓവർകം ചെയ്യാറ്. സൂസൻ ജെയിംസ്, ചേച്ചി എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ചേച്ചിയോട്. എന്താണെന്ന് അറിയില്ല. ചേച്ചിയോടുള്ള ഇഷ്ടം കാരണം അഡ്വർടൈസ് ആഡ് വന്നാൽ സ്കിപ്പ് ചെയ്യാതെ കാണും. വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് അപാരം തന്നെ. സ്വന്തമായി പല ഇഷ്ടങ്ങളും സാക്രിഫൈസ് ചെയ്തും എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുന്നതായി തോന്നാറുണ്ട്. ഒറ്റമോളായി വളർന്ന് എല്ലാവർക്കും പറ്റാത്ത ഒരു ക്വാളിറ്റിയാണ് ചേച്ചിക്കുള്ളത്. എന്നും ചേച്ചി സന്തോഷമായി പോകാനും ചേച്ചിയുടെ ഡ്രീംസൊക്കെ ഫുൾഫിൽ ആകാനും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സ്നേഹം മാത്രം. എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നവർ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് എനിക്ക് മസ്റ്റാണ്. അപ്പോൾ അവരെന്നെ എന്തൊക്കെ തരത്തിൽ വേദനിപ്പിച്ചാലും ആരും ആയിക്കോട്ടെ, ഇപ്പോൾ ഇവിടെ ആയിക്കോട്ടെ, എൻ്റെ ബന്ധുക്കളായിക്കോട്ടെ, അയൽവക്കക്കാരായിക്കോട്ടെ, ആരായാലും എനിക്ക് ദേഷ്യം വരും. ഓട്ടോമാറ്റിക്കലി നമ്മൾ മനുഷ്യരാണ്. നമ്മൾക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ഒരു ടൈം കഴിയുമ്പോൾ ഞാനത് മനസ്സിൽ നിന്ന് വിട്ട് അവർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് ഇടപെടാറുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ വെക്കാറുണ്ട്. സീരിയസ് ആയിട്ടും പറഞ്ഞാൽ എൻ്റെ മനസ്സിലത് ഞാൻ വെക്കാറുണ്ട്. എന്നാലും അവരെന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അവർക്ക് എങ്ങനെ അത് മനസ്സ് വന്നു എന്നുള്ളത് സത്യമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സന്തോഷമായിട്ട് സംസാരിക്കുമ്പോഴായാലും ഞാൻ വിചാരിക്കും, പക്ഷെ എന്നാലും അവരെന്നോട് അന്ന് അങ്ങനെ പറഞ്ഞല്ലോ, എങ്ങനെ അവർക്ക് തോന്നി എന്ന് സത്യമായിട്ട് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കാണിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അതിനെ നേരം കാണുള്ളൂ. ഇപ്പോൾ കുടുംബത്തായാലും നാട്ടിലായാലും പ്രശ്നം ഉണ്ടാക്കാനേ നേരം കാണുള്ളൂ. സോ അത് അങ്ങനെ അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിടും കേട്ടോ. അനു സിജോ, ഓണത്തിന് കോട്ടയം പോകുന്നുണ്ട്, പേടിക്കണ്ട. പിന്നെ അൽഫോൺസ, ഒരുപാട് വിഷമങ്ങൾ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ഒറ്റമകളായതുകൊണ്ട് പേരൻസിനെ അടുത്ത് നിർത്താൻ സാധിക്കാത്തതിൻ്റെ സങ്കടമാണോ? എന്താണ് ഇങ്ങനെ പോസിറ്റീവായിരിക്കാനുള്ള ഇൻസ്പിറേഷൻ? ഞാൻ ഒറ്റക്കുട്ടിയാണ്. സോ എൻ്റെ പേരൻസ് എപ്പോഴും എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ നിയർ ബൈ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ അമ്മയും ആദ്യം പറയായിരുന്നു, നമ്മൾ ഈ ഒറ്റക്കുട്ടികളെ ഒറ്റ പെൺകുട്ടികളോട് ദത്ത് നിൽക്കാനൊക്കെ വിളിക്കും. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു, അങ്ങനെ ഒരു നിപ്പം നിൽക്കേണ്ട, കെട്ടിയവനോട് പോയി നിൽക്കുക, കെട്ടിടിച്ചടുത്ത് പോയി നിൽക്കുക എന്ന് പറയും കേട്ടോ. എനിക്ക് അങ്ങനെ എൻ്റെ നിയർ ബൈ വേണം, എനിക്ക് എല്ലാ കാര്യത്തിലും അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. ഞാൻ പറഞ്ഞു അവർക്ക് നല്ലൊരു ബെറ്റർ ഷെൽട്ടർ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും എനിക്ക് പറ്റുമായിരിക്കും. അതല്ലാണ്ട് അടുത്തില്ലാത്തതിൻ്റെ വിഷമം അങ്ങനെയായിട്ട് എനിക്കില്ല. കാരണം നമ്മൾ കല്യാണം കഴിച്ചു വന്നു. അപ്പോഴും എൻ്റെ അപ്പനും അമ്മേൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. മോറോവർ അവർക്ക് പ്രായമായി, അവർ ആ വീട്ടിലൊരു 21 വർഷമായിട്ട് ജീവിക്കുകയാണ്. അവിടെ നിന്ന് അവരെ പിഴുതെടുത്തുകൊണ്ട് വരിക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത് എൻ്റെ സെൽഫിഷ്നെസ് ആണെന്ന് പറയും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതെൻ്റെ സെൽഫിഷ്നെസ് ആണെന്ന് ഞാൻ വിചാരിക്കും. ബട്ട് ഒരു ടൈം കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ നമ്മളുടെ ചിറകിൻ്റെ കീഴിൽ വരും. മാതാപിതാക്കൾ അങ്ങനെയാണ്. ഒരു പ്രായം വരെ നമ്മൾ അവരുടെ ചിറകിൻ്റെ കീഴിലാണെങ്കിൽ അവരുടെ ഒരു പ്രായം കഴിഞ്ഞാൽ അവർ നമ്മുടെ ചിറകിൻ്റെ കീഴിലാണ് അല്ലേ. ആ സമയത്ത് ടേക്ക് കെയർ ചെയ്യാന്ന് വെച്ചിട്ട് ആ സമയത്ത് എനിക്ക് എൻ്റെ ഭർത്താവിനെയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് അവരുടെ കൂടെ പോയി നിന്ന് ഒരിക്കലും ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ മേ ബി ഞാൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇത് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ഏത് സെൻസിലെടുക്കുമെന്ന് എനിക്കറിയില്ല. ചിലരത് പോസിറ്റീവായിട്ട് എടുക്കും, ചിലരത് നെഗറ്റീവായിട്ട് എടുക്കും കേട്ടോ. ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ജ്വൽ റോസ്, യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം. എനിക്കിപ്പോൾ ലൈഫിൽ അങ്ങനെ വലിയ ഡ്രീംസ് ഒന്നുമില്ല. പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഇപ്പോൾ എൻ്റെ ലൈഫിലുള്ളൂ കേട്ടോ. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വെച്ച് അതാണ് ഗോൾ എന്നൊക്കെ പറഞ്ഞാൽ നടന്നില്ല. ഇത് ഭയങ്കര സങ്കടമാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ലക്ഷ്യം വേണം വേണ്ട എന്നൊന്നുമല്ല, ബട്ട് ഓവറായിട്ടുള്ള ലക്ഷ്യം എനിക്കത് വേണം, ഞാനത് അങ്ങനെ ഒന്നും മനസ്സിൽ കയറ്റി വെക്കണ്ട. നമ്മുടെ ഉള്ള സമാധാനം നഷ്ടപ്പെട്ടു പോകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. മഞ്ജു സ്റ്റാൻലി, ഹായ് ഡിവൈൻ, ഹായ് ഡോൺ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഡെയിലി വീഡിയോ ഇടാൻ മറക്കരുത്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് എന്നും അറിയാലോ, ഞാൻ സ്ഥിരം ഇട്ട് തുടങ്ങിയതാണ്. ബട്ട് ചില സാഹചര്യങ്ങളിൽ അത് പറ്റണില്ല, അറിയില്ല. മനീഷ ബാത്തു, ഇപ്പോൾ മാമാർത്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറില്ലേ ചേച്ചി? മാമാർത്ത് പ്രൊഡക്ട്സ് എല്ലാം കഴിഞ്ഞു പോയി. നമുക്ക് ഒരു സമയത്ത് ഒരു 1.5 വർഷം PR സാധനങ്ങൾ നമുക്ക് എപ്പോഴും വരുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു PR വർക്ക് അത് നിന്നു. മാമാർത്തിൻ്റെ ഇപ്പോൾ ആരും തന്നെ ചെയ്യുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അറിയാം. പക്ഷെ അത് തീരണ വരെ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് ഉപയോഗിച്ചു. ഇപ്പോഴൊന്നും വെരി നിയർ ബൈ ആയിരിക്കും വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക നമ്മുടെ പുറത്ത്.
അതുവരെ അതിൻ്റെ പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നാദിയ, ഫേവറേറ്റ് ഫുഡ് അതർ ദാൻ കോഫി. എനിക്ക് ഞങ്ങളുടെ ചോയ്സിലുണ്ടല്ലോ, അവിടെ നടത്തറയിൽ പൂച്ചട്ടിയിൽ ചോയ്സ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഇളനീരിൻ്റെ ഒരു ജ്യൂസ് കിട്ടും, കുപ്പിയിൽ, പ്ലാസ്റ്റിക് കുപ്പിയിൽ, പക്ഷെ കുറച്ച് റേറ്റ് ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കോഫി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് ഇപ്പോൾ. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 2 കുപ്പി വാങ്ങിച്ചു തന്നാലും ഞാൻ കുടിക്കും. എനിക്ക് അത്രയ്ക്കും ഒബ്സസ്ഡ് ആണ് അതുമായിട്ട്. ക്ലിയർ സ്കിൻ സീക്രട്ട്, അത് നിങ്ങൾ എന്നെ അടുത്ത് കാണാഞ്ഞിട്ടാ. ഇതിപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് മൊത്തം കുണ്ടും കുഴിയും ഓപ്പണും പോഴ്സും അങ്ങനെയൊക്കെ ആയിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും എനിക്കൊരു ക്ലിയർ സ്കിൻ അല്ല കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. അക്ഷയ ജെൻസി, ഡിവൈൻ ചേച്ചി, ഐ ആം അക്ഷയ ജെൻസി. ആർ യു കോഫി ലവർ? യെസ്, ഓഫ് കോഴ്സ്. വിച്ച് വൺ ഡു യു ലൈക്ക് ടു മോസ്റ്റ്, ടീ ഓർ കോഫി? അപ്പം ആരെങ്കിലും കുടിക്കുമ്പോൾ ചായ അവിടുത്തെ നല്ലതെന്ന് പറഞ്ഞാൽ അത് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ട്രിപ്പ് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ട്? ഓഫ് കോഴ്സ്, ഐ ലവ് തമിഴ്നാട്. പിന്നെ ഓൺ ദിസ് ടൈം പ്രസൻ്റ്ലി ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ്? ഞാൻ ഇപ്പോഴേ ഓവർലോഡാണ് എൻ്റെ വർക്ക്. ഇനി പുറത്ത് പോയി വർക്ക് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കോട്ടയം ഓർ തൃശ്ശൂർ, വിച്ച് പ്ലേസ് യു ലൈക്ക് ദി മോസ്റ്റ് ടു സ്റ്റേ വിത്ത് യുവർ ഫാമിലി? എനിക്ക് എവിടെയായാലും ഡോൺചാട്ടൻ പിള്ളേർ എൻ്റെ കൂടെ വേണം, അതെനിക്ക് നിർബന്ധം. അതിപ്പോൾ ഉഗാണ്ടയിലായാലും എവിടെയായാലും ശരി, ഡോൺചാട്ടൻ പിള്ളേർ എൻ്റെ കൂടെ വേണം കേട്ടോ. അടുത്തത് ഡിവൈൻ്റെ ഡാഡി ആൻഡ് ലീലമച്ചിക്കും ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഡിവൈൻ ഇൻ ഫ്യൂച്ചർ? ഞാൻ പറഞ്ഞില്ല, അവർക്കൊരു ടൈം എത്തുമ്പോൾ അവർക്കൊരു ബെറ്റർ ഷെൽട്ടർ കൊടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. അതിപ്പോൾ സ്വന്തം വീട് അല്ലെങ്കിൽ പോലും ഒരു നല്ലൊരു റെൻറ്റഡ് വീട്ടിലേക്ക് മാറ്റണം എന്ന ആഗ്രഹമുണ്ട്. ബട്ട് ഞാൻ എടുത്തു ചാടി ഒന്നും ചെയ്യില്ല. കാരണം നമ്മുടെ കയ്യിലും കൂടെ പൈസ, നമ്മൾ അവരെ എടുത്തു ചാടി കൊണ്ടുവന്നു, പക്ഷെ അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അവർക്ക് സങ്കടമാണ്, എനിക്ക് സങ്കടമാണ് കേട്ടോ. ഷംന, ഇപ്പോൾ ബിസി ആയതൊന്നും ലൈഫ് 40 years കഴിഞ്ഞ് കുട്ടികൾ വലുതായാൽ ഒന്നും കൂടി ചെറുപ്പത്തിലേക്ക് പോയ പോലെ തോന്നും. എല്ലാം അവർ ഒറ്റയ്ക്ക് ചെയ്ത് കോളേജിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ഒന്നും കൂടി ലൈഫ് ആസ്വദിക്കാൻ സമയമുള്ള പോലെ തോന്നും. താനൊരു സൂപ്പറായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഡിവൈൻ എന്നും വീഡിയോ ഇടണേ, 3 ആളും കൂടിയുള്ള Q&Aയും ഇടണേ. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ഓർത്താണ് ആശ്വസിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആവും, മക്കൾ സ്കൂളിൽ പോവും, കോളേജിലൊക്കെ പോവും. ഞാൻ പറഞ്ഞില്ലേ 2 വർഷം കഴിഞ്ഞാൽ തോമും ചാക്കോ ഒരു ഫുൾ ടൈം, ഇതിപ്പം 9 to 3 പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ടൈം റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സജിത ശബനാസ്, ഡിവൈൻ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു, അതാണ് ഫേസിൽ നല്ല ക്ഷീണം പോലെ. ദൈവം സഹായിച്ച് ഞാൻ ഗർഭിണിയല്ല, എനിക്ക് ഗർഭമില്ല, ഇതുവരെ ഇല്ല. നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഫേസിൽ ക്ഷീണം, ഞാൻ ഫുഡ് നല്ലപോലെ കൺട്രോൾ ചെയ്തു. വെയിറ്റ് കുറഞ്ഞു, ഒരു 7 കിലോ കുറഞ്ഞു. പക്ഷെ മുഖത്തെ 7 കിലോ ആണോ കുറഞ്ഞതെന്ന് എനിക്കൊരു സംശയമുണ്ട്. മുഖത്താണ് ക്ഷീണം മൊത്തം ഇരിക്കുന്നത്, ബോഡിയിൽ അങ്ങനെ വിസിബിളായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ശ്രീലത മനോജ്, ഒന്നും ചോദിക്കാനില്ല, സ്നേഹം മാത്രം. കമൻറ്റ് വായിക്കണം കേട്ടോ, ഉറപ്പായിട്ട് എന്തെങ്കിലും വായിച്ചിട്ടുണ്ട് കമൻറ്റ്. അടുത്തത് അജിഷ്മ മാളു, ഒരാളുടെ പർട്ടിക്കുലർ നെയിമാണ് കേട്ടോ പറഞ്ഞത്, ഞാനായിട്ട് പേരെടുത്ത് പറയണില്ല. സാരി കളക്ഷൻ വീഡിയോ കാണാറുണ്ടോ? അതിൽ ഇൻസ്പയർ ആയിട്ടുണ്ടോ? വീട് വെച്ച് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സാരി കളക്ഷൻ വീഡിയോ ഞാൻ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഒബ്വിയസ്ലി നമുക്ക് സജഷൻസ് വരാറുണ്ട്. ഇൻസ്പയർ ആവേണ്ട കാര്യമുണ്ടോ എന്നെനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്കൊരു ജോലി ആയി തോന്നി തുടങ്ങിയാൽ അത് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം അല്ലേ. അതിൽ ഇൻസ്പയർ ആവേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവരെ സംബന്ധിച്ച് അവരവരുടെ ബിസി ഷെഡ്യൂളിൽ സമയം കണ്ടെത്തി ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അത് പക്ക പ്രൊഫഷണലി വീഡിയോസൊക്കെ എടുത്ത് സമയം മെനക്കെടുത്ത്, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അതിനൊന്നും പറ്റില്ല. എനിക്ക് സത്യമായിട്ട് പറ്റില്ല, എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. അത് വെച്ച് നോക്കും പുള്ളിക്കാരുടെ കാര്യം വളരെ ഭംഗിയിൽ ചെയ്യുന്നുണ്ട്, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനിപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ. ഇൻസ്പയർ ആയിട്ടൊന്നുമില്ല, ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. അവരുടെ നല്ല ഔട്ട്പുട്ട് നമ്മൾ ചിലർ പറയില്ലേ, ഞാനിപ്പോൾ ഒരു ചിക്കൻ കറി വെച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ, അതിപ്പോൾ 2 സബോള വേണ്ടടുത്ത് 1 സബോള ആണെങ്കിൽ ഞാൻ മാക്സിമം അത് ചെയ്യാതിരിക്കുക. എനിക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതുപോലെ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും. അപ്പോൾ അവരവരുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ ഞാൻ ഇൻസ്പയർ ആയിട്ടില്ല, ബട്ട് ഹാപ്പിയാണ്. വളരെ നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യുമ്പം അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ, നമുക്ക് വേറെ പറയാൻ പറ്റില്ലല്ലോ. അച്ചുമോൾ, ഒന്നും അറിയണ്ട ചേച്ചി, നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. താങ്ക് യു സോ മച്ച്, എനിക്ക് ഒരുപാട് സന്തോഷമായി. അടുത്തത് ഹഫ്സ,
ഇൻ ഡോൺസ് ഹൗസ് ഓൾ ലൈക്ക് യു സോ മച്ച്. എങ്ങനെയാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആകാൻ ഡിവൈന് സാധിച്ചത്? ഓൾ ലവ്സ് ആൻഡ് പ്രേയേഴ്സ് ഫോർ യു ക്യൂട്ട് ഫാമിലി. അതെനിക്കറിയില്ല, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ മാക്സിമം എല്ലാവരുടെ അടുത്തും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്, അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. മേ ബി അതുകൊണ്ട് ഇഷ്ടമായിരിക്കാം, എനിക്കറിയില്ല. ശുഭ മനോജ്, ലീലാമ്മയ്ക്കും അച്ചാച്ചനും എന്നാ തൃശ്ശൂർക്ക് താമസം മാറുന്നു? അതിനുള്ള ഉത്തരം ഞാൻ തന്നു. ഡിവൈനെ എന്താ ക്ഷീണം പിടിച്ച പോലെ തോന്നി? അത് ഞാൻ പറഞ്ഞു. നിത്യാശിന്, ഇപ്പോൾ ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിൽ ഉള്ളതുപോലെ തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നി. ആണോടോ? നമ്മളൊക്കെ ഈശോയുടെ മക്കളെ എല്ലാം ഓക്കെ ആകും കേട്ടോ. ഈ പറയുന്ന ഞാനും ഒരു വട്ടുപിടിച്ച അവസ്ഥയിലാണ്. സ്റ്റേ ഹാപ്പി ഡിവൈൻ. ഈ വട്ടുപിടിച്ച അവസ്ഥയൊക്കെ മാറുന്നേ, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റിലാക്സ്ഡ് ആക്കിയാൽ മതി. എല്ലാവർക്കും വരും വിഷമമല്ലേ, എല്ലാവർക്കും വരും. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് എനിക്കുള്ള വിഷമം എനിക്ക് തന്നെ അത് ദൈവം കൊണ്ടെത്തിച്ച് തരാറുണ്ട്, കൃത്യമായിട്ട് കൊണ്ടെത്തിച്ച് തരാറുണ്ട്. അതിലൊന്നും ദൈവം തെറ്റ് വരുത്താറില്ല. ബട്ട് എനിക്കുള്ളത് ദൈവം കൃത്യമായിട്ട് സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം തരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. മിലാന, വീട് വെച്ച് മാറാൻ തോന്നുന്നുണ്ടോ? പെൺകുട്ടി വേണമെന്ന് തോന്നുന്നുണ്ടോ? ഭീതി വന്ന് ഭീതി വന്ന ശേഷം ഒരുപാട് ഫ്രീ ആയോ? ഓ, വീട് വെച്ച് മാറാൻ തോന്നുന്നില്ല, പെൺകുട്ടി വേണം ഇപ്പം തോന്നുന്നില്ല. ഭീതി വന്ന ശേഷം കുഴപ്പമില്ല, ഫ്രീ ആയിട്ടില്ല. കാരണം നമുക്ക് ആ ആൾക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ആളെ സെറ്റാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്, വലിയ കുഴപ്പമില്ല. നിമിഷ ജാക്സൺ, തേർഡ് ബേബി പ്ലാൻ ഉണ്ടോ? ഇല്ല, വേണ്ട, എനിക്കറിയില്ല. അപർണ, പണ്ട് വർക്ക് ചെയ്തിരുന്നല്ലോ ഡിവൈൻ, എന്തായിരുന്നു ജോലി, ഓഫീസ്, ആ ലൈഫിനെ പറ്റി? ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു. ആ ലൈഫിനെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ച ഒരു സമയം അതായിരുന്നു. ഇനി അതെനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് കിട്ടാനും പോണില്ല. പിന്നെ ബീൻസ്, വാട്ട് ഡു യു വിഷ്വലൈസ് ഫോർ യുവർ ലൈഫ് ആൻഡ് യുവർ ഫാമിലി ഇൻ 5 years? വാട്ട് ആർ യു ഡൂയിങ് ടു വർക്ക് ടുവേർഡ്സ് ദാറ്റ്? ഈ 5 വർഷത്തിൽ എനിക്ക് സന്തോഷമായിട്ടിരുന്നാൽ മതി. എനിക്ക് ഓവറായിട്ട് സ്ട്രെസ്സും വേണ്ട, സമാധാനക്കേടും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ഒന്നും കൂടെ കുറച്ചും കൂടെ എനിക്ക് ഫ്ലെക്സിബിൾ ആവാനുണ്ട്. ലൈഫ് ഒന്നും കൂടെ സെറ്റാവണം. ഡോൺ ചേട്ടനും പിള്ളേരും ഒക്കെ ആയിട്ട് പിള്ളേരെ വളരെ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുവരണം. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റണം, നല്ല അനുസരണാശീലവും ഒക്കെ കൊടുക്കാൻ പറ്റണം. ഒരു ഹാപ്പി ഒരു 5 years ഉണ്ടാവാൻ പോകുന്ന മാറ്റം തോന്നുന്നു 10 വയസ്സെത്തും. അപ്പോൾ ആദ്യ കുർബാനയുടെ ഒരു സമയമാവും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണും. ബട്ട് ഈ ഒരു 5 വർഷം എനിക്ക് കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് എൻ്റെ ലൈഫ് കൊണ്ടുപോകണം. ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം. യൂട്യൂബ് ആയാലും ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് 1 million അടിക്കണം എന്നുള്ളൊരു വാശിയൊക്കെ മനസ്സിലുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് ഫ്രീ ആയാൽ ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇപ്പം ഉണ്ട്. ലിവ്യ വിപിൻ, ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് അത് വളരെ വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ഞാനിപ്പോൾ മുടക്കം വരാതെ ചെയ്യുന്ന ഒരു കാര്യം ഡെയിലി ബ്ലെസ്സിങ്സ്, പിന്നെ കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന, ബൈബിള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബട്ട് അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷെ അതിൻ്റെ 4-1 ഞാൻ ചെയ്യണില്ല, ചെയ്യേണ്ടതിൻ്റെ 4-1 ഞാൻ ചെയ്യണില്ല. ബട്ട് അതെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാനിപ്പോൾ പോകണം കേട്ടോ. ലക്ഷ്മി, ഈ ബിസിനസ്സിലോട്ട് ഫാമിലി ആയിട്ട് വരാനുള്ള കാരണം എന്താണ്? ഞാൻ വരാനുള്ള കാരണം മമ്മിയാണ്. ഇവരുടെ കാരണം എനിക്കറിയില്ല, അത് അവർ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇനി തെറ്റണ്ട, ഞാൻ വരാൻ കാരണം മമ്മിയാണ്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ രാജലക്ഷ്മി, ഹായ് ചേച്ചി, ലവ് യുവർ വീഡിയോസ്, ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇടാൻ ട്രൈ ചെയ്യൂ ചേച്ചി. മൂക്കുത്തിയിൽ അടിപൊളിയാണ്, സോ അത് അഗെയിൻ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. റെസ്റ്റ് ഈസ് യുവർ ചോയ്സ്. വൺ മോർ സജഷൻ, ഐ നോ യു ആർ ആൻ ഇൻഡിപെൻഡൻറ്റ് വുമൺ, യു തിങ്ക് സ്പീക്ക് ഡസ് ഓൾ യുവർ ആക്ടിവിറ്റീസ് ഇൻഡിപെൻഡൻ്റ്ലി. മൈ ഓൺലി വിഷ് ഈസ് യു ഷുഡ് ലേൺ ഡ്രൈവ് ആസ് സൂൺ ആസ് പോസിബിൾ. സത്യമാണ്, ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കോൺഫിഡൻസ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. പിന്നെ ഡെയിലി വീഡിയോ ഇടാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ വീട്ടിൽ പോകുന്ന ദിവസങ്ങളിൽ ഡെയിലി ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ കണ്ടറിയണം. എന്നെ അടിക്കും ആൾക്കാർ മിക്കവാറും. പിന്നെ എന്താണ്, മഞ്ജുഷ, ലീലാമ്മയും അച്ചാച്ചനെയും ഇങ്ങോട്ട് തൃശ്ശൂർ നിങ്ങൾ താമസിക്കുന്നതിന് അടുത്തേക്ക്. അവർക്കും ഡിവൈൻ അത് സന്തോഷമുള്ള കാര്യമല്ലേ? ഫിനാൻഷ്യലി തനിക്കിപ്പോൾ ചെറിയ ഹെൽപ്പൊക്കെ അതിനുവേണ്ടി ചെയ്തുകൂടെ? ഒരു സജഷൻ,
ആണ്, എനിക്കങ്ങനെ തോന്നി. പിന്നെ തന്നെ സിസ്റ്ററിനെ പോലെ കാണുന്നതുകൊണ്ട് ചോദിക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ ഇപ്പോൾ എടുത്തെറിയാൻ മാത്രമുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല. ബട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അവരെയും പറ്റുന്ന രീതിയിൽ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കും അവർക്കും ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വീട് മാറി വരിക എന്നുള്ളതെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു 21 വർഷം താമസിച്ച വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ടി അടുത്ത് വന്ന് താമസിക്കുക. ഞാൻ അവർക്കൊരു ബെറ്റർ ഇനി അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ കൊടുക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. സോ അതിന് ഞാനത് നല്ലൊരു സ്പേസ് കണ്ടെത്തണം. എളുപ്പമല്ല, എന്നാലും ഞാൻ നോക്കും. പിന്നെയും 3rd ബേബി പ്ലാനിങ് ഉണ്ടോ? ഇല്ല. ഹായ് ചേച്ചി, ഇപ്പം അഞ്ജനയാണ് കേട്ടോ. ഇനിയുള്ള ഡ്രീം എന്താ? വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നോ? ഇച്ചിരി വിഷമം പോലെ ഫീലായി. എന്താണ്? ഹാപ്പി ആയിരിക്കും. വെബ്സൈറ്റ് പിള്ളേർ കുറച്ചും കൂടെ ആയാൽ വെബ്സൈറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാം. ബട്ട് നമ്മളതിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കണം, അതേ ജീവിതം എന്ന് വിചാരിച്ചിരിക്കണം. കാരണം നമ്മൾ പല ഫീൽഡുകൾ കവർ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ കാര്യത്തിലല്ല സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്, പല കാര്യങ്ങളിലും സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്. അറിയില്ല, ഫ്യൂച്ചറിൽ ചെയ്യുമായിരിക്കണം. വിഷമത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. തസ്ലിമ ഡിവൈൻ്റെ DOB എപ്പോഴാണ്? 1995 October 7 ആണ് കേട്ടോ. ബർത്ത്ഡേ വരുന്നുണ്ട്. പിന്നെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് ആൾ തന്നെ കമൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയും എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ന്യൂവസ്റ്റ് തൊട്ടാണ് തുടങ്ങിയത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എത്തിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും പലർക്കും ഇഷ്ടമായിട്ടുണ്ടാവില്ല, അത് വേറെ കാര്യം. ഇപ്പം എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങൾക്ക് പലർക്കും. ഇങ്ങനെയൊന്നുമല്ല. എന്താ കുറേ ഞാൻ കമൻസ് കാണാറുണ്ട്. എനിക്കത് പറഞ്ഞ് അറിയിക്കാനോ അല്ലെങ്കിൽ അത് പറഞ്ഞ് വീണ്ടും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്താണോ അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് സത്യം പറയാലോ എനിക്ക് അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കിപ്പോൾ സന്തോഷമാണെങ്കിൽ സന്തോഷം, വിഷമമാണെങ്കിൽ വിഷമം. അതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ വിഷമത്തിലിരിക്കുമ്പോൾ ഞാൻ സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് എനിക്ക് 10 പൈസയ്ക്കാരില്ല. അപ്പം ഞാൻ നിങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണല്ലേ. എനിക്ക് വിഷമം വന്നാൽ ഞാനത് ഓപ്പണായിട്ട് പ്രകടിപ്പിക്കും. അതിപ്പോൾ ഞാനിപ്പോൾ ഷോ കാണിക്കുകയാണ് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ റീച്ച് ആവാൻ വേണ്ടി അവൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. കാരണം എൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്ത് അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. വേറെ ആർക്കും ഇത് പറയാനോ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിന് ന്യായീകരിക്കാനോ കുറ്റപ്പെടുത്താനോ ഒരു റൈറ്റ്സും ഇല്ല. കാരണം എൻ്റെ അവസ്ഥയാണ്. എല്ലാവർക്കും അത് ബാധകമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് ബാധകമാണ്. ഞാൻ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ചുറ്റും അല്ലാതെ നമ്മളെ അറിയാത്ത, വീഡിയോയിൽ മാത്രം അറിയാവുന്ന കുറച്ച് പേര് നമ്മളെ സ്നേഹിച്ച് എന്താണ് പ്രശ്നം, ഡിവൈൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു തരം കോൺഫിഡൻസ് ആണ്. അപ്പം അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെന്താണ്, ഇതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു വലിയൊരു ബലം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ചുമ്മാ ഞാൻ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, കാണാനും കൂടെ ആൾക്കാർ വേണമല്ലോ. കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് സന്തോഷം. അതുപോലെ എന്നെ വിശ്വസിച്ച് ഹാമ്പേഴ്സ് ഏൽപ്പിച്ചവർക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എനിക്കങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അത്രയ്ക്കും ആൾക്കാർക്ക് അറിയുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നും മാറിയ ആൾക്കാർക്ക് അറിഞ്ഞ് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പം ക്രിസ്മസ് ഒക്കെ ഉള്ളൂ. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോ ഫ്രണ്ട്സിനോ കസിൻസിനോ ബർത്ത്ഡേക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കണമെന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാനതെന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും. പിന്നെ ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ്സായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്. ഇപ്പം യൂട്യൂബ് ആയാലും എല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. ഇതുപോലുള്ള സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു Q&A ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. സാരി ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ പറയാം. പൊട്ടയാണെങ്കിലും വണ്ടി പോണ ശബ്ദം കേൾക്കണം. ഈ പിള്ളേരൊക്കെ, ഈ വീട്ടിലുള്ളവർ എങ്ങനെ വിശ്വസിച്ചായിരിക്കുന്നത്? ഒരു മിസൈൽ പോയ ശബ്ദമാണ് കേട്ടത്. എൻ്റെ ദൈവം, എനിക്ക് അങ്ങനെ കാലം ഈ പിള്ളേരൊക്കെ ഏത് യുഗത്തിൽ ജീവിക്കും അല്ലെങ്കിൽ എന്ത് അവസ്ഥയിലായിരിക്കും എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ഇനി കോട്ടയം വ്ളോഗ്സൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഈ 2-3 ദിവസം വരുന്നുണ്ടാവുക. എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ദൈവമേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ടാറ്റാ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു സോ മച്ച്.